ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ആത്മീയപരമായ വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നമ്മൾ കടന്നുപോയേക്കാം. ആത്മീയമായ ചില മിഥ്യ അവബോധങ്ങൾ നമ്മിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും ചിലർ വിഷവിത്തുക്കൾ പോലെ വിതച്ചെന്ന് വരാം. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും സദാസമയവും ശ്രദ്ധയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം. കാരണം ഞാനാണ് നല്ല ഇടയനെന്നാണ് ഈശോ പറഞ്ഞത്. അപ്പം ചിലപ്പോൾ ചിലരൊക്കെ യഥാർത്ഥമായ ഇടയനാണെന്ന് തോന്നത്തക്ക വിധം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായായിരിക്കാം. എന്നിട്ട് അവൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിവേകം ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വിവേചനത്തിന്റെ വരമുപയോഗിച്ച് യഥാർത്ഥമായ ആത്മീയ ജീവിതവും ആത്മീയ വ്യക്തിത്വങ്ങളെയും തിരിച്ചറിയാൻ നമുക്കിടയാകും.